വാർത്തകളിലേക്ക്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ സ്നേഹത്തണൽ വൃദ്ധസദനത്തിൽ നടന്നത് ഞെട്ടിക്കുന്ന ക്രൂരതകൾ. ബാലവേലയ്ക്ക് പിന്നാലെ കൂടുതൽ ക്രൂരതകൾ കൂടി പുറത്തുവരികയാണ്. അശരണരായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും സ്ഥാപനത്തിൽ നേരിട്ടത് കൊടിയ പീഡനം. സ്ഥാപന ഉടമ പാസ്റ്റർ ബിനു വാഴമുട്ടവും ജീവനക്കാരും നിലവിൽ ഒളിവിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേർന്നു. ഗോകുൽ, എന്തായാലും ഈ ഒരു ക്രൂരമായ പീഡനം നടത്തിയവർക്കെതിരെ കടുത്ത ശിക്ഷ തന്നെ നൽകണം. അവർ നിലവിൽ ഒളിവിലാണ്. എങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ മറ്റ് നടപടികൾ? വിഷ്ണു, അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബാലവേല നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എലോഹിം വർഷിപ്പ് സെന്ററിന്റെ ഉടമസ്ഥതയിലുള്ള പത്തനംതിട്ട ചെന്നീർക്കരയിലെ സ്നേഹത്തണൽ വൃദ്ധസദനത്തിനെതിരായിട്ട് അന്വേഷണ നടപടികൾ ഉണ്ടായത്. തുടർന്ന് ഈ രണ്ട് ആൺകുട്ടികളെ ബാലവേല ചെയ്യിക്കുകയും അവരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തതായിട്ട് പോലീസും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് 3 പേർക്കെതിരെ, സ്ഥാപനത്തിലെ ജീവനക്കാരായിട്ടുള്ള 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തുടർന്ന് CWC നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ആ ക്രൂരത മാത്രമല്ല, അതിന് തുടർച്ചയായിട്ട് നിരവധി ക്രൂര സംഭവങ്ങൾ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും CWC കണ്ടെത്തിയിരിക്കുന്നത് 2 നവജാത ശിശുക്കൾക്കും അവരുടെ 2 അമ്മമാർക്കുമെതിരെയും ക്രൂരമായിട്ടുള്ള പീഡനം ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോലും സമ്മതിക്കാതെ ജീവനക്കാർ ഉപദ്രവിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. CWC നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും ഒരു അമ്മയെയും ഒരു കുഞ്ഞിനെയും കണ്ടെത്തിയിട്ടുണ്ട്. അവരെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഒരു അമ്മയും കുഞ്ഞിനെയും കൂടെ കണ്ടെത്താനുണ്ട്. അവരെ അവിടെ നിന്നും ആ ജീവനക്കാർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ CWC ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് നിലവിൽ ഈ പ്രതി ചേർത്തിട്ടുള്ള 3 പേരും ഇപ്പോൾ ഒളിവിലാണ്. സ്ഥാപനത്തിന്റെ മാനേജരും 2 ജീവനക്കാരുമാണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെന്നൊരു ആവശ്യം BJPയുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഒപ്പം ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള ബിനു വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്ററിനെതിരെയും നിയമ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ബിനു നിലവിൽ മുങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ ഒരു പത്രസമ്മേളനം അയാൾ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ BJP പ്രവർത്തകരടക്കം അങ്ങോട്ടേക്ക് പ്രതിഷേധമായിട്ട് വന്നതിനെ തുടർന്ന് ഈ പത്രസമ്മേളനം അയാൾ ക്യാൻസൽ ചെയ്ത് മുങ്ങിയിരിക്കുകയാണ്. ഇയാളെയും പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് അറസ്റ്റ് നടപടികൾക്ക് വിധേയമാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് BJP ഉന്നയിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കൂടുതൽ ക്രൂരതകൾ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന കൂടുതൽ ക്രൂരതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ, എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഗുരുതരമായ നടപടികൾ വേണം. ഒപ്പം എടുത്തു പറയേണ്ടത്, ഇത്രയും കാലം ഈ ഒരു ക്രൂരത ഇവിടെ നടന്നു വന്നു, അത് പുറം ലോകം ഇതുവരെയും എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നൊരു ചോദ്യം ബാക്കിയാക്കിയാണ്. ഒരുപക്ഷെ ഇതിൽ ഉന്നതതല ബന്ധങ്ങൾ ഉണ്ട് എന്ന് വേണം കരുതാൻ. അതിലേക്ക് ഒക്കെയും അന്വേഷണം എത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ ബിനു വാഴമുട്ടം പാസ്റ്റർ അയാൾ ഒരുപാട് സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്കെതിരെ നിയമ നടപടി ഇനിയും ഉണ്ടാകാത്തത്. അത് മാത്രമല്ല, ഇവർക്ക് ഈ പത്തനംതിട്ട ചെന്നീർക്കരയിൽ മാത്രമല്ല, പത്തനംതിട്ട റാന്നിയിലും അതോടൊപ്പം തന്നെ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ സമാനമായിട്ട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനൊക്കെതിരെ വിപുലമായിട്ടുള്ള അന്വേഷണം വേണം. പക്ഷേ പോലീസ് നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല. അത് ഈ ബിനു വാഴമുട്ടത്തിനെ അടക്കമുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്രയും ദിവസമായിട്ട് പോലും ആ ഒളിവിൽ തുടരുന്ന പ്രതികളെ പോലും പിടികൂടാനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. ഒപ്പം ആ സ്ഥാപനത്തിൽ കാര്യക്ഷമമായിട്ടുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവും ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഈ പാസ്റ്ററുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ഇങ്ങനെ സുരക്ഷിതനായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. എന്തായാലും അയാൾക്കെതിരെ പൊതുജനങ്ങൾ വലിയ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. BJP ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അയാളുടെ സ്ഥാപനത്തിലേക്ക് കഴിഞ്ഞ ദിവസം അടക്കം പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ BJP നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പത്രസമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്കും ഈ BJP പ്രവർത്തകരും നാട്ടുകാർ ചേർന്ന് ഒരുക്കിയിട്ടുള്ള ആക്ഷൻ കൗൺസിലും പ്രതിഷേധവുമായിട്ട് വരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ബിനു വാഴമുട്ടവും നിലവിൽ ഇപ്പോൾ ഒളിവിലേക്ക് പോയിരിക്കുകയാണ്. ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള ജനരോഷമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഒപ്പം ഇയാളുടെ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് നാളുകളായിട്ട് നടന്നു വന്നിരുന്ന ഇത്തരത്തിലുള്ള ക്രൂര പീഡനങ്ങൾ അത് തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ വ്യാപകമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ളൊരു ആവശ്യവുമാണ് ഈ ഘട്ടത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ശരി, ഗോകുൽ രമേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.